ഹായ് ഓൾ വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ പുതിയ സിലബസ് അനുസരിച്ചുള്ള മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റേഴ്സ് ആണല്ലേ. 4ാമത്തെ ചാപ്റ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൽ 4ാമത്തെ സെക്ഷൻ, അതിലൊരു 4 അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞ വീഡിയോസിലായിട്ട്. ഇനി അടുത്ത് നമ്മൾ എന്താ നോക്കുന്നത്, ആ 4ാമത്തെ സെക്ഷനിൽ തന്നെ കുറച്ച് ടോപ്പിക് കൂടെ ഉണ്ട്. എന്താ ടോപ്പിക്? നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ എന്താണ്? സമ്മും, ഒന്നുകിൽ പ്രൊഡക്റ്റ് ഓഫ് സം, രണ്ട് തുകകളുടെ ഗുണനം, അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ഡിഫറൻസ് ആണ്, രണ്ട് വ്യത്യാസങ്ങളുടെ ഗുണം. ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്തത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തുകയും വ്യത്യാസവും ഒരുമിച്ച് ഗുണിച്ചാൽ, ഓക്കെ, സമ്മും ഡിഫറൻസും ഒരേ ഇതിൽ പ്രൊഡക്റ്റ് എടുത്താൽ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആ സെക്ഷൻ, ആ കോൺസെപ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. സോ ഇത് കണ്ടോ, we have seen identities for the product of two numbers and the product of two difference. രണ്ട് തുകകളുടെയോ രണ്ട് വ്യത്യാസങ്ങളുടെയോ ഗുണനഫലം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? ഇങ്ങനെ ഓർമ്മയുണ്ടല്ലോ, എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ആണ് രണ്ട് തുകകളെങ്കിൽ, രണ്ട് സമ്മെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ഓരോന്നും പരസ്പരം മൾട്ടിപ്പിൾ ആണ്, സമ്മാണെങ്കിൽ ഡിഫറൻസ് ആണ്. സൈൻ നോക്കുക, എക്സ് ഇൻറ്റു യു എക്സ് യു പ്ലസ് എക്സ് ഇൻറ്റു വി എക്സ് വി, okay, xv plus y into u yu plus y into v y v. ഇങ്ങനെ പഠിച്ചു. അടുത്ത് ഇത് രണ്ട് സമ്മാണ്, രണ്ട് തുകകളാണ്. രണ്ട് വ്യത്യാസങ്ങളാണെങ്കിലോ എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്തു? എക്സ് ഇൻറ്റു യു എക്സ് യു, എക്സ് ഇൻറ്റു മൈനസ് വി എക്സ് ഇൻറ്റു മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് എന്നാണ് മൈനസ്, മൈനസ് എക്സ് വി. അടുത്ത് മൈനസ് വൈ ഇൻറ്റു പ്ലസ് യു, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, മൈനസ് സൈൻസ് ഡിഫറെൻ്റ് ആണല്ലേ. പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താണ്? ചിഹ്നങ്ങൾ രണ്ട് സെയിം ആണ്. സൈൻ സെയിം ആണെങ്കിൽ പ്ലസും, സൈൻ ഡിഫറെൻ്റ് ആണെങ്കിൽ മൈനസ് ആണ് വരിക. ഓക്കെ, രണ്ട് നമ്പേഴ്സിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ സെയിം ആണെങ്കിൽ പ്ലസ് വരും, സൈൻ ഡിഫറെൻ്റ് ആണെങ്കിൽ മൈനസ് വരും. സോ ഇവിടെ എന്താണ്? മൈനസ് വൈ ഇൻറ്റു പ്ലസ് യു, മൈനസും പ്ലസും ആണ്, അപ്പോൾ എന്താണ്? മൈനസാണ് വരിക. സൈൻ ഡിഫറെൻ്റ് അല്ലേ, വൈ വി, സോറി വൈ യു ഇൻറ്റു മൈനസ് വൈ ഇൻറ്റു മൈനസ് വി, രണ്ടും സെയിം സൈൻ ആണ്, അപ്പോൾ എന്ത് വരും? പ്ലസ് വരും. മൈനസും മൈനസും ആണ് വന്നത്, സോ അത് പ്ലസ് വരും, പ്ലസ് വൈ വി എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ക്ലാസ്സുകൾ പഠിച്ചത്. ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇതുപോലെ എക്സ് പ്ലസ് വൈയും യു മൈനസ് വിയും വന്നാൽ എന്ത് ചെയ്യും? രണ്ട് സമ്മ് രണ്ട് ഡിഫറൻസ്. ഇനി ഒരു സമ്മും ഒരു ഡിഫറൻസും, ഒരു സമ്മും ഒരു ഡിഫറൻസും വന്നു, എന്ത് ചെയ്യും? അപ്പോൾ ഇതിനെയും ഇതുപോലെ തന്നെ ചെയ്താൽ എന്ത് ചെയ്യാം? നമ്മൾ ഈ സ്റ്റെപ്പുകളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങളത് വായിച്ചു നോക്കുക. നമുക്ക് ഇത്രയും ചെയ്ത് സിമ്പിളായിട്ട് ഇത്രയും നോക്കിയാൽ മതി. ഇതേ ചെയ്ത പോലെ തന്നെ ചെയ്യുക, വേറെ ഒരു കോൺസെപ്റ്റ് ഇല്ല കേട്ടോ. എക്സ് ഇൻറ്റു യു പ്ലസ് അല്ലേ ഇത്, പ്ലസ് എക്സ് ഇൻറ്റു യു എന്താണ്? ദാറ്റ് ഈസ് എക്സ് യു. അടുത്ത് പ്ലസ് എക്സ് ഇൻറ്റു മൈനസ് വി, ഞാൻ പറഞ്ഞു പ്ലസും മൈനസും വന്നാൽ എന്ത് വരും? മൈനസ്. സൈൻ ഡിഫറൻ്റ് അല്ലേ, ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആണ്. സോ പ്ലസും മൈനസും പോസിറ്റീവ് നെഗറ്റീവ് വന്നാൽ നമുക്ക് എന്ത് വരും? ആൻസർ നെഗറ്റീവ് ആയിരിക്കും. സൈൻ ഡിഫറൻ്റ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. മൈനസ് എക്സ് വി. അടുത്ത് വൈ ഇൻറ്റു യു പ്ലസ് വൈ ഇൻറ്റു പ്ലസ് യു, പ്ലസ് വൈ ഇൻറ്റു പ്ലസ് യു എന്താണ്? രണ്ടും സെയിം സൈൻ ആയതുകൊണ്ട് പ്ലസ് തന്നെ, പ്ലസ് വൈ യു. പ്ലസ് വൈ ഇൻറ്റു മൈനസ് വി, സൈൻ ഡിഫറൻ്റ് അല്ലേ, പ്ലസും മൈനസും അല്ലേ, അപ്പോൾ നമുക്ക് എന്താ വരിക? മൈനസ് വൈ വി. ഇത്രയേ ഉള്ളൂ സാധനം. അതാണ് ഇത് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ, ഇവിടെ വന്നിരിക്കുന്നത്. എക്സ് പ്ലസ് വൈ ഇൻറ്റു യു മൈനസ് വി ചെയ്തപ്പോൾ എന്ത് കിട്ടി? എക്സ് യു മൈനസ് എക്സ് വി ഉണ്ടോ, പ്ലസ് വൈ യു മൈനസ് വൈ വി. അപ്പോൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചത് എന്താണ്? അത് പ്ലസ് ആയാലും മൈനസ് ആയാലും സമ്മായാലും ഡിഫറൻസ് ആയാലും ആ നമ്പേഴ്സിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ചിഹ്നങ്ങൾക്കും സയൻസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്ലസും മൈനസും ആണെങ്കിൽ മൈനസ്, അല്ലെങ്കിൽ സയൻസ് ഡിഫറൻ്റ് ആണെങ്കിൽ മൈനസും, സയൻസ് സെയിം ആണെങ്കിൽ പ്ലസും ആണ്. ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ പ്ലസും, വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ മൈനസും. മൈനസും മൈനസും വന്നാൽ എന്ത് വരും? മൈനസും മൈനസും വന്നാലും പ്ലസ് വരും, പ്ലസും പ്ലസും വന്നാലും പ്ലസ് വരും അല്ലേ. ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ പ്ലസും, ചിഹ്നങ്ങൾ ഡിഫറൻ്റ് ആണെങ്കിൽ മൈനസ്. അത്രേ ശ്രദ്ധിക്കേണ്ടുള്ളൂ ഈ കൊടുക്കുന്ന ചിഹ്നം. എല്ലാ സംഖ്യകൾ എന്ത് ചെയ്യുക? ഗുണനഫലം പ്രോഡക്റ്റ് എടുക്കുക, എഴുതുക, അത്രേ ചെയ്യേണ്ടുള്ളൂ. അല്ല പ്രത്യേകം ഫോർമുലയായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മൂന്നും ഒറ്റ രീതിയിൽ അങ്ങ് പഠിച്ചാൽ. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കൂ. 14 × 59, 14 × 59. അപ്പോൾ ഇതിന് എന്ത് ചെയ്യുന്നറിയാമോ?
ഈ 14നെ 10 + 4 നിർത്തും. 10 + 4. ഓക്കെ, 14നെ 10 + 4 59ന്റെ അടുത്ത് കിടക്കുന്നത് 60 ആണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. സോ 60 - 1 ഈസിയാണ്. 60 എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്, അതുകൊണ്ടാണ് 50 + 9നെക്കാളും 60 - 1 ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. അതായത് ഈ ഡിഫറൻസ് ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. 5നേക്കാൾ വലുതാണെങ്കിൽ എന്ത് ചെയ്യുക, അതിന് ശേഷമുള്ള നമ്പറിൽ നിന്ന് കുറച്ചെടുക്കുക. 5നേക്കാൾ ചെറുതാണെങ്കിൽ അതിന് മുമ്പുള്ള നമ്പറിൽ നിന്ന് കൂട്ടിയെടുക്കുക. അതായത് ഇപ്പോൾ 14 എന്ന് പറയുന്നത് എന്താണ്, ഈ 4 5നേക്കാൾ കുറവല്ലേ, <5 അല്ലേ. സോ അതിന് തൊട്ട് താഴെയുള്ള 10ന്റെ കൂടെ എന്ത് ചെയ്തു, 4 ആഡ് ചെയ്തു. ഇനി 59 എടുക്കുമ്പോൾ 59 എന്താണ്, ഈ 9 എന്താണ്, 5നേക്കാൾ കൂടുതലല്ലേ. അപ്പോൾ 50ക്ക് ശേഷമുള്ള നമ്പർ ഏതാ, 6 കംപ്ലീറ്റ് ആയിട്ട് വന്നാൽ 60. 60യിൽ നിന്ന് കുറച്ചെടുക്കുന്നു എളുപ്പത്തിന് വേണ്ടി കേട്ടോ. നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതെങ്ങനെയാണ് ചെയ്യുക, സിമ്പിളാണ്. +10 × +60 + 600, 10 × 60 600, +10 × -10 -1 +10 × -1. സൈൻസ് ഡിഫറൻ്റ് ആണ്. സൈൻ ഡിഫറൻ്റ് ആയി കഴിഞ്ഞാൽ അവിടെ എന്തൊരു മൈനസ് വരും. -1 × 10 10. അടുത്തത് +4 × +60, സൈൻ സെയിം ആണ്. സോ ഇറ്റ് ഇസ് +4 × 60, 4 × 60 240, +4 × -1, പ്ലസും മൈനസും സൈൻ ഡിഫറൻ്റ് ആണ്. സോ അവിടെ മൈനസ് വരും, മൈനസ് സൈൻ വരും. അപ്പോൾ 1 × 4 4. ഇനി ഇതിനകം കൂട്ടിയാൽ 600 - 10, 600 - 10 590 അല്ലേ, +240 590 240 എന്ത് വരും, 790 40 830. ഓക്കെ, 830 വരും, 830 വരും. -4 830 -4 30 - 4 എന്നാണ് 26. സോ 826 ആണ് എന്ത് ചെയ്യുക വരിക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 600 - 10 590, 240 - 4 236. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ ആഡ് ചെയ്താൽ നമുക്ക് എങ്ങനെ വേണം ചെയ്യാൻ വേണം. ഈ ഒരു അഡിഷൻ നിങ്ങൾ ചെയ്തിരിക്കുക. അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. നമുക്ക് വേറെ ഒന്നും കൂടുതലായിട്ട് പറയാം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾസ്, കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. നൗ ട്രൈ ദീസ്. 4 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ആ 4 എക്സാമ്പിൾസ് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നു കേട്ടോ. നമുക്ക് ആ 4 എക്സാമ്പിൾസും നമുക്ക് എങ്ങനെ ചെയ്യാം, ഓരോ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ചെയ്താലോ. ഓക്കെ, നോക്കൂ. ഫസ്റ്റ് എക്സാമ്പിൾ എന്താ വരിക, 52 × 19. ഞാൻ പറഞ്ഞു 2ഉം 9ഉം നോക്കുക. 2 എന്താണ്, 5നേക്കാൾ കുറവാണ്. അപ്പോൾ 50യുടെ കൂടെ അതിനെ ആഡ് ചെയ്താൽ മതി. 9 എന്താണ്, 5നേക്കാൾ കൂടുതലാണ്. സോ ഈ 10 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാ, 20. 20ൽ നിന്ന് 1 റെഡ്യൂസ് ചെയ്ത് 9 കിട്ടും അല്ലേ. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ഈക്വൽ ടു 52നെ എങ്ങനെ എഴുതാം, 50 + 2 ഇൻറ്റു 19നെ എങ്ങനെ എഴുതാം, 20 - 1. സോ ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും, 50 × 2 അല്ലേ, 50 × 2 സോറി 50 × 20 കേട്ടോ, 2 അല്ല, 50 × 20. ഫസ്റ്റ് 50 × 20, then 50 × -1 +50 × -1 ആണ്. അപ്പോൾ എന്ത് വരും, -50 × 1. അടുത്ത് 2 × 20 +2 × 20. അത് +2 × -1 പ്ലസും മൈനസും. അപ്പോൾ എന്ത് വരും, മൈനസ്. സൈൻ ഡിഫറൻ്റ് ആണ്. സോ മൈനസ് വരും. 2 × 1. ഓക്കെ, അപ്പോൾ എന്ത് വരും, 50 × 20 എന്ത് വരും, 50 × 20. 50 × 20 1000 ആണ് കേട്ടോ, 1000. മൈനസ് 50 × 1 എന്താണ്, 50 അല്ലേ, 50 ആണ്. 50 × 1 50 പ്ലസ് 2 × 20 2 × 20 40 40 ആണ്. അടുത്ത് 2 × 1 എന്താണ്, 2 × 1 2. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും, 1000 - 50 950 ആണ്. 950. 950ൻ്റെ കൂടെ 40 എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ 990. 990 എന്ന് -2 ചെയ്യുക, എന്ത് വരും, 988. അപ്പോൾ ഇത് കൂട്ടുന്നതും കുറയ്ക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് ചെയ്യുക, ഒരു സൈഡിൽ നിന്ന് ചെയ്തു പോകും കേട്ടോ. നിങ്ങൾക്ക് എളുപ്പം ഏതാണോ ആ രീതിക്ക് ചെയ്യുക. വേറെ പ്രൊഡക്റ്റ് ഒന്നും വരാത്തതുകൊണ്ട് കുഴപ്പമില്ല. എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുള്ള രീതി കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചെയ്തങ്ങ് പോവുക. സോ നെക്സ്റ്റ് 101. ഇവിടെ 1 വരുന്നു. അപ്പോൾ എന്താണ്, 100ൻ്റെ കൂട്ടുക. ഇവിടെ 8 വന്നപ്പോൾ എന്ത് ചെയ്യുക, 4 അടുത്തെന്താ 5 ആവും. 50യിൽ നിന്ന് 2 കുറയ്ക്കുക. അപ്പോൾ 100 + 1ഉം 50 - 2 അല്ലേ. 100 + 1 എന്താ, 101. 101. 100 + 1 101. 50 - 2 എന്താ,
48 അല്ലേ, 50 മൈനസ് 2 48. സോ ഇതിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 100 ഇൻറ്റു 50. ഇനി അത് വരയ്ക്കണോ? വരയ്ക്കേണ്ട ആവശ്യമില്ല. 100 ഇൻറ്റു 50 പ്ലസ് 100 ഇൻറ്റു പ്ലസ് 50 എന്താണ്? 100 ഇൻറ്റു 50 പ്ലസ് 100 ഇൻറ്റു -2. 100 ഇൻറ്റു -2 പ്ലസും മൈനസ് എന്തോരും? മൈനസ്. ഈ 100 എന്ന് പറഞ്ഞാൽ പ്ലസ് 100 ആണ് കേട്ടോ. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ സൈൻ പറയത്തില്ല, ആ നമ്പർ മാത്രമേ പറയത്തുള്ളൂ. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ സൈൻ പറയാം. സോ 100 ഇൻറ്റു -2, അവിടെ മൈനസ് ആണ് വരിക. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 100 ഇൻറ്റു 2. അടുത്ത് 1 ഇൻറ്റു 50. 1 ഇൻറ്റു 50 പ്ലസ് 1 ആണ്. സോ പ്ലസ് 1 പ്ലസ് 50 ആണ്. സോ പ്ലസ് 1 ഇൻറ്റു 50. അടുത്ത് പ്ലസ് 1 ഇൻറ്റു -2 പ്ലസും മൈനസും. സോ ഇറ്റ് ഇസ് മൈനസ് 1 ഇൻറ്റു 2. സോ എന്ത് വരും? 100 ഇൻറ്റു 50 എന്താണ്? ദാറ്റ് ഈസ് 5000 അല്ലേ, 5000. 50 ഇൻറ്റു 100 5000 ആണ്. മൈനസ് 100 ഇൻറ്റു 2 എന്താണ്? 200, 200 ആണ് അല്ലേ. പ്ലസ് 1 ഇൻറ്റു 50 എന്താണ്? 50. 1 ഇൻറ്റു 50 50 മൈനസ് 1 ഇൻറ്റു 2 2. എത്രയേ ഉള്ളൂ. ഇത് തമ്മിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ആഡ് ചെയ്യുക. ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 5000 മൈനസ് 200. 5000 നിന്ന് 200 കുറച്ചാൽ 4800 കിട്ടും. 4800 കിട്ടും. പ്ലസ് 50 4850 4850. അതിൽ നിന്ന് 2 കുറയ്ക്കുക. 50 നിന്ന് 2 കുറച്ചാൽ 48 കിട്ടും. അപ്പോൾ 4848. 4848 എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ, അപ്പോൾ അടുത്ത് വരുന്നത് നമുക്ക് എന്താണ്? വേറെ ഒന്നും നോക്കണ്ട. 7 ആണ്. 7 ആണെങ്കിൽ എന്ത് ചെയ്യണം? തൊട്ട് മുമ്പത്തെ 9 എന്താവും? 10 ആവും. അതിൽ നിന്ന് എന്ത് ചെയ്യുക? കുറയ്ക്കുക. 3 കുറയ്ക്കുക. 102 ആണെങ്കിൽ എന്താണ്? 2 എന്ന് പറഞ്ഞാൽ 5-നേക്കാൾ കുറവാണ്. സോ 100 പ്ലസ് 2. സോ ആദ്യത്തെ 97 ഈസ് 100 മൈനസ് 3യും ദിസ് ഈസ് 100 പ്ലസ് 2. എന്ത് വരും? 100 ഇൻറ്റു 100 അല്ലേ. 100 ഇൻറ്റു 100 പ്ലസ് 100 ഇൻറ്റു പ്ലസ് 100 പ്ലസ് 100 ഇൻറ്റു 100. 100 ഇൻറ്റു പ്ലസ് 2 100 ഇൻറ്റു എന്താണ്? നമുക്കൊരു 2 അല്ലേ. അപ്പോൾ പ്ലസ് ആണ് അവിടെ. അവിടെ 100 ഇൻറ്റു 2. അത് മൈനസ് 3 ഇൻറ്റു 100. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. മൈനസ് 3 ഇൻറ്റു 100. മൈനസ് 3 ഇൻറ്റു പ്ലസ് 2 എന്ത് വരും? മൈനസും പ്ലസും മൈനസാ വരിക. സൈൻ ഡിഫറൻ്റ് ആയതുകൊണ്ട് 3 ഇൻറ്റു 2. എന്ത് കിട്ടും? 100 ഇൻറ്റു 100 എന്താണ്? 10000 10,000 പ്ലസ് 100 ഇൻറ്റു 2 എന്താണ്? 2 100 ഇൻറ്റു 2 200 മൈനസ് 3 ഇൻറ്റു 100 3 ഇൻറ്റു 100 എന്താണ്? 300 അല്ലെ, 300 മൈനസ് 2 ഇൻറ്റു 3 എന്താണ്? 6. 3 ഇൻറ്റു 2 6. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 10,000 പ്ലസ് 200 10,200 മൈനസ് 300. അപ്പോൾ എന്ത് വരും? 9,900 വരും. 9,900 നിന്ന് 6 കുറയ്ക്കും. 900 6 പോയി കഴിഞ്ഞാൽ 84 ആണ്. അപ്പോൾ 900 9,900 ആയിരുന്നു. 900 നിന്ന് 6 പോയി കഴിഞ്ഞാൽ എന്താ വരും? 900 ലാസ്റ്റ് 6 നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ 894 വരും. 894. സോ 9,894. നിങ്ങൾ ചെയ്ത് നോക്കും കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ തന്നെ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം? ഇത് ചെയ്യാം. ഓക്കെ, സിമ്പിൾ അഡീഷൻ ആണ്. അത് ഞാൻ അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. പിന്നെ 4th ക്വസ്റ്റ്യൻ. ഇവിടെ മിക്സഡ് ഫ്രാക്ഷൻസ് ആണ്. 2 മിക്സഡ് ഫ്രാക്ഷൻസ്. അപ്പോൾ നോക്കൂ, ഇതിൽ എങ്ങനെയാ ചെയ്യുക? ഈ 3/4 ഉണ്ട്. 9 പ്ലസ് 3/4 ഇൻറ്റു 20 പ്ലസ് 1/2 അങ്ങനെ ചെയ്യാം. പക്ഷെ അത് 2 സം ആയത്. നമുക്ക് ഇൻ ടേംസ് ഓഫ് ഡിഫറൻസ് അല്ലേ വേണ്ടത്. അപ്പോൾ 1/2 ഈസ് ഓക്കെ. 1/2 20 പ്ലസ് 1/2 ചെയ്താലും 21 മൈനസ് 1/2 ചെയ്താലും 1/2 അങ്ങനെ നടക്കും. ഈ 3/4നെ നമുക്ക് എന്താക്കാം? ഇനി 1/4 ആക്കണം. 1/4 ആക്കാന്ന് പറയുന്ന കാരണം എന്താ? ഇവിടെ എന്താ നടക്കുന്നത്? എന്ത് ഫോമില? 9 3/4 അല്ലേ. അപ്പോൾ ഇത് 4 ഇത് 3. ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3യുടെ കൂടെ എത്ര കൂട്ടിയാൽ 4 കിട്ടും? 3യുടെ കൂടെ എത്ര കൂട്ടിയാൽ 4 കിട്ടും? 1 അല്ലേ. 3 പ്ലസ് 1 3ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 4 കിട്ടുക? ഈ ന്യൂമറേറ്ററിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ഡിനോമിനേറ്റർ കിട്ടുക? 1. അപ്പോൾ 1/that ഡിനോമിനേറ്റർ ചെയ്യാം. ഇപ്പൊ ഇനി കമ്പയർ ചെയ്യാം. 3/4 ആണോ 1/4 ആണോ വലുത്? നോക്കുമ്പോൾ ന്യൂമറേറ്റർ വലുത് ഏതാ? ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ വലുതാകുമ്പോഴാണ് എന്ത് ചെയ്യുക? ഫ്രാക്ഷൻ വലുതാവുക. 3/4 ആണ് വലുത്. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻസ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കമ്പാരിസൺ ആദ്യം അങ്ങ് നടത്തുക, മനസ്സിലങ്ങ് നടത്തുക. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കമ്പയർ ചെയ്യുക.
അപ്പോൾ അതിലൊരു ഡിഫറൻസ് വരുമല്ലോ, ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ ചെയ്യുമ്പോൾ എന്ത് വരും? 1. അപ്പോൾ 1/that ഡിനോമിനേറ്ററും കിടക്കുന്ന ആ ഫ്രാക്ഷൻ. അപ്പോൾ 1/4 3/4 കമ്പയർ ചെയ്യുമ്പോൾ സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഏതാ വലുത്? 3 ആണ് വലുത്. അപ്പോൾ അത് വേണ്ട, പകരം എന്ത് ചെയ്യണം? ഈ 1/4 എടുക്കണം. ഈ 1/4 എടുക്കണമെങ്കിൽ 9 എന്താവണം? 9 ഇൻക്രീസ് ആയിട്ട് 10 ആവണം. 10 മൈനസ് 1/4 ആണ് ചെയ്യുക കേട്ടോ. 10 മൈനസ് 1/4 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 9 3/4. 9 3/4. അതിന്റെ മറ്റൊരു കോൺസെപ്റ്റ് 9 3/4 എന്താ? 9 3/4 എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കാം? 9 into 4 36 plus 3 39/4 ആണ്. 39/4 ആണ്. നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? ഒരു 40, 39ന്റെ അടുത്തുള്ള നമ്പർ ഏതാ? 40. 40/4 മൈനസ് 39/4 ചെയ്യുക. എന്ത് കിട്ടും? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റേഴ്സിന് സബ്ട്രാക്ട് ചെയ്യുക. 1. 40 മൈനസ് 39 1/4 കിട്ടും. ഈ 1/4 നമുക്ക് എന്ത് ചെയ്താൽ മതി? 40 മൈനസ് 4ൽ നിന്ന് 1/4 സബ്ട്രാക്ട് ചെയ്ത് കിട്ടും 39/4 കിട്ടില്ലേ? കിട്ടും. 40/4 എന്താ? ദാറ്റ് ഈസ് 10. 10 മൈനസ് 1/4 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 39/4 കിട്ടും. 40/4 is 10. 10 മൈനസ് 39/4 1/4 ആണെങ്കിൽ 10 മൈനസ് 1/4 എന്തായിരിക്കും? 39/4 ആയിരിക്കും. നമുക്ക് ഇതെന്താ ശരിക്കും? 9 3/4 എന്നാണ്, 39/4 ആണ്. സോ 39/4ന്റെ പ്ലേസിൽ നമുക്ക് എന്ത് എഴുതാം? 10 മൈനസ് 1/4 എഴുതാം. 10 മൈനസ് 1/4. അത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്താൽ മതി. ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ കമ്പയർ ചെയ്യുക, ആ ഡിഫറൻസ് എടുക്കുക 1. ദെൻ ഡിനോമിനേറ്റർ സെയിം ഡിനോമിനേറ്റർ എഴുതുക. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് കുഴപ്പമില്ല, ന്യൂമറേറ്റേഴ്സ് ഒന്ന് കമ്പയർ ചെയ്യുക. അതിൽ ഏറ്റവും ചെറിയ ന്യൂമറേറ്റർ വരുന്ന എടുക്കുക. അപ്പോൾ ഇതല്ല എടുക്കുന്നതെങ്കിൽ എന്നാണ്, ഇതാണ് എടുത്തതെങ്കിൽ, ഇതാണ് ചെറുതെങ്കിൽ നമുക്ക് 9 പ്ലസ് 3/4 എന്ന് എഴുതാം. പക്ഷേ ചെറുത് ഏതാ? 1/4. അതുകൊണ്ട് അടുത്ത് ഒന്നുകൂടെ റൈസ് ചെയ്യണം. 9 അടുത്ത് എന്താവും? 10 ആവും. 10 മൈനസ് 1/4 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 10 മൈനസ് 1/4 ഇൻറ്റു 20 പ്ലസ് 1/2. ഇതിന്റെ പ്രോഡക്റ്റ് അല്ലേ? ഇത് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പോൾ 10 ഇൻറ്റു 20. 10 ഇൻറ്റു 20 നേരത്തെ ചെയ്ത പോലെ തന്നെ 10 ഇൻറ്റു 20. അടുത്ത് 10 ഇൻറ്റു പ്ലസ് 1/2. ദാറ്റ് ഈസ് പ്ലസ്, രണ്ടും പ്ലസ് അല്ലേ? 10 ഇൻറ്റു 1/2. അടുത്ത് മൈനസ് 1/4 ഇൻറ്റു 20. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 1/4 ഇൻറ്റു 20. മൈനസ് 1/4 ഇൻറ്റു പ്ലസ് 1/2. മൈനസും പ്ലസും മൈനസ് ആയി. 1/4 ഇൻറ്റു 1/2. ഓക്കെ. 9 1/3. സോ ദിസ് ഇസ് 1/2. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 10 ഇൻറ്റു 20 ഇറ്റ് ഈസ് 200 പ്ലസ് 10 ഇൻറ്റു 1/2. അതായത് 1/2ന്റെ പകുതി അല്ലേ? 2ഉം 10ഉം ക്യാൻസൽ ചെയ്ത് വരും? 5 വരും. സോ 5 ഇൻറ്റു 1 5 മൈനസ് 4ഉം 20. 4ഉം 20 എത്ര? 20ൽ 4 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ്. 1 ഇൻറ്റു 5 5 മൈനസ് 1/4 ഇൻറ്റു 1/2. രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിന്റെ പ്രോഡക്റ്റ് ന്യൂമറേറ്റർ ആയിട്ടും ഡിനോമിനേറ്ററിന്റെ പ്രോഡക്റ്റ് ഡിനോമിനേറ്റർ ആയിട്ടും എഴുതുക അല്ലേ? സോ ഇതിൽ എന്ത് വന്നു? ദിസ് ഈസ് 200 പ്ലസ് 5 എന്ത് വരും? 200 പ്ലസ് 5 205 മൈനസ് 5 എന്തായി? പ്ലസ് 5 മൈനസ് 5 കൂടി 0 ആയി അല്ലേ? അപ്പോൾ 200 മൈനസ് 1/8 ആണ്. 200 മൈനസ് 1/8. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പയർ ചെയ്യുക. 1/8 അടുത്ത് 1 8 നമ്മൾ ഡിഫറൻസ് എന്താ? 7/8. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 7/8 ആണ് നോക്കുക. 200 മൈനസ് 7/8 ആണ്. അപ്പോൾ എന്ത് വരും? 199 7/8 എന്ന് നമുക്ക് വരും. 199 7/8 എന്ന് നമുക്ക് വരും കേട്ടോ. ഇനി ഈ കമ്പയർ ചെയ്ത് തന്നെ ചെയ്യാതെ നിങ്ങൾക്ക് അല്ലാതെ തന്നെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഫ്രാക്ഷൻസിനെ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ 200 മൈനസ് 1/8. അപ്പോൾ 200 മൈനസ് 1/8 എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴിയോ LCM വഴിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ അറിയാമെന്നുള്ളത് നമ്മളിവിടെ എളുപ്പത്തിൽ ചെയ്യുന്ന LCM അല്ലേ? സോ 200 മൈനസ് 1/8. ഇവിടെ ഡിനോമിനേറ്റർ എന്താണ്? 200ന്റെ 1 ആണ്. സോ 1ന്റെ 8ന്റെ LCM എപ്പോഴും എന്തായിരിക്കും? 8 ആയിരിക്കും. എപ്പോഴും
8 ആയിരുന്നു. ഇനി എന്താണ്, ഇനി നമുക്കിവിടെ താഴെ ഡിനോമിനേറ്റർ 8 വരണമെങ്കിൽ എന്ത് ചെയ്യണം, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 200 × 8 മൈനസ് 1 എന്ത് വരും, 200 × 8 എന്ത് വരിക, 2 × 8 1600 മൈനസ് 1 ഡിവൈഡ് ബൈ 8, അതായത് 1599 ഡിവൈഡ് ബൈ 8. ഇനി ഇതിനെന്ത് ചെയ്യുക, നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. 1599 ഡിവൈഡ് ബൈ 8 എന്ത് ചെയ്യുക, ഇപ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം വരും, ഒരു ടൈംസ് അല്ലേ. സോ ദിസ് ഈസ് 8 പോയി കഴിഞ്ഞാൽ ബാക്കി 7, 79 എത്ര പ്രാവശ്യം വരും, 9 ടൈംസ്. 9 ടൈംസ് വരുമ്പോൾ എന്ത് വരും, 72. 72 പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ 7, വീണ്ടും 79 എത്ര ടൈംസ് ഉണ്ട്, 9 ടൈംസ്. 8 വരുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് 72. റിമൈനിങ് ഈസ് 9 മൈനസ് 7. സോ ഇങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതുക, 1599 ഡിവൈഡ് ബൈ 8 എങ്ങനെ മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതാം. മിക്സഡ് ഫ്രാക്ഷൻ്റെ രീതി എന്താണ്, കോഷ്യന്റ് ഡിവൈസർ റിമൈൻഡർ അല്ലേ, കോഷ്യന്റ് ഡിവൈസർ റിമൈൻഡർ. അപ്പോൾ കോഷ്യന്റ് എത്ര, 199, ഡിവൈസർ എത്ര, 8 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. ഓക്കെ, ഹരണഫലം ഇതെന്താണ്, അത് ഹരിക്കുന്ന നമ്പർ ഏതാണ് അത്, ദെൻ റിമൈൻഡർ ശിഷ്ടം എത്രയാണെന്നുള്ളത് 7. സോ ഇതാണ് ആൻസർ. സോ ഇതല്ലേ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ, ഇതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. സോ ഈ ഒരു കമ്പാരിസൺ എളുപ്പമാണ് കേട്ടോ, ഇങ്ങനെ കമ്പയർ ചെയ്യുക ഡിനോമിനേറ്ററോട്. 1/8 നമുക്കിവിടെ വന്നു, 1/8 വന്നാൽ 8 - 1 ചെയ്യുക, എന്ത് കിട്ടും, 7. 7/8 ആയിരിക്കും, പക്ഷേ ഇതെന്ത് ചെയ്യണം, ഒന്ന് കുറയ്ക്കണം, 199 ആക്കണം, 200 199 ആക്കുക, 7/8. സോ ദിസ് ഈസ് ദ ആൻസർ. സോ ഈ കോൺസെപ്റ്റും ഇതിലെ കണക്കുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട് ഇതിൽ നോക്കാനായിട്ട്. ഓക്കെ, കോൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഒരു പോർഷൻ കൂടെ ഉണ്ട്. ആ പോർഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ഫൈനലായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടി ചെയ്ത് കഴിയുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്, ഒറ്റ ക്ലിക്കേ ഉള്ളൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.